ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? സിമ്പിളാണ്. ഫസ്റ്റ് ടൈം ഞാൻ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ലോണം ഫേസിലേക്ക് അപ്ലൈ. ഇനി അടുത്തത് ഞാൻ അലോവേറ ജെല്ലാണ് വരട്ടുന്നത്. മോയ്സ്ചറൈസർ പിന്നെ പ്രൈമർ അതിനൊക്കെ ബെസ്റ്റാണിത്. ഞാൻ മോയ്സ്ചറൈസർ ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത്, വേറെ മോയ്സ്ചറൈസർ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഇത് തീരാറായി. ഞാൻ ഇത് വാങ്ങിച്ചത് നമ്മുടെ അപ്പോളോ ഉണ്ടല്ലോ, അപ്പോളോ ഫാർമസിയിൽ നിന്നാണ് ഈ അലോവേറ ജെല്ല് വാങ്ങിക്കുന്നത്. കിട്ടുന്നില്ല, അയ്യോ കിട്ടുന്നില്ല, തീർന്നു പോയതുകൊണ്ട് കുറച്ച് എങ്ങനെയോ ഞാൻ എടുത്ത് നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് അതേപോലെ തന്നെ കഴുത്തിലും എല്ലായിടത്തും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലിപ് ബാമാണ്. ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. ജസ്റ്റ് ഒന്ന് വെട്ടിക്കിടക്കണം. ലിപ്പൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് പുരട്ടുന്നതിന് മുമ്പ് ഇത് മസ്റ്റാണ്. ഇത് കുറച്ച് ടിൻറ്റഡ് ആണ്, നോക്കൂ. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലെ ഈ ലിപ് ബാം എന്ന് പറയാൻ. കുറച്ച് ടിൻറ്റഡ് അത് ലിപ്സ്റ്റിക്ക് പരട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് അത് കളഞ്ഞിട്ടാണല്ലോ, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറ്, അത് കളഞ്ഞിട്ടാണ്. ഇനി അടുത്തെന്ന് പറയാൻ കൺസീലറാണ്. അറിയാലോ, മുഖത്ത് കറുത്ത പാടുകൾ അതൊക്കെ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഈ കൺസീലർ ഞാൻ അപ്ലൈ ചെയ്യണേണ്. എൻ്റെത് ഇവിടെ തന്നെ ആദ്യം പരട്ടെ. പിന്നെ ജസ്റ്റ് ഞാൻ വേറെ ഒന്നും ക്രീം പറ്റാത്ത കാരണം ഇതിന് ഞാൻ ഇങ്ങനെ ഒന്ന് സാധനം അടിച്ചിട്ട് ഇവിടെ ഇവിടെ കണ്ണീരിൻ്റെ അടി നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ട് ഇതിനൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം. കൺസീലർ ഇട്ടപ്പോൾ തന്നെ മുഖത്ത് കുറച്ച് ബ്രൈറ്റ് ആയ പോലെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഐബ്രോ ഫില്ലിംഗ് ആണ്. ഞാൻ ആസ്ലറിൻ്റെ ബ്ലൗണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ശരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതൊരു എടുത്ത് നിൽക്കണ പോലെ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, കണ്ണൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും അത് സെറ്റ് ആയിക്കോളും. അപ്പം പിരികം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് ഒരു ഐ ഷാഡോ കൂടി ഇട്ടിട്ട് ഐലൈനർ എഴുതാം. ഞാൻ ഐ ഷാഡോ പാലറ്റിൽ നിന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ടുള്ള ഒരു ഗ്ലിറ്ററിങ് സാധനമാണ് ഞാൻ പറ്റാറ്. മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പല പല പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് സ്വാഭാവികം അല്ലേ? സിമ്പിളല്ലേ? ഇത്രയൊക്കെ മതി. ഐലൈനർ എഴുതാം.
അതവിടെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണൊന്ന് എഴുതാം. കറന്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഹിമാലയയുടെ കാജൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഇത് നിർത്തിയതായിരുന്നു, കാരണം ഇത് ഭയങ്കരമായിട്ട് സ്മഡ്ജ് ആകുമായിരുന്നു അടിയിലേക്ക്. പക്ഷെ ഇപ്പം എന്തോ ഇതിനോട് തന്നെ ഇഷ്ടം. അപ്പം ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി അതൊന്ന് അടിയിൽ ഞാൻ കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഐലൈനറിൻ്റെ ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ എഴുതാറുണ്ട്. കുഴപ്പമില്ല, സിമ്പിളല്ലേ, ഇത്രയൊക്കെ മതി. ഇനി നെക്സ്റ്റ് മസ്കാര. അപ്പോൾ അടുത്തത് ലിപ്സ്റ്റിക്ക് വരട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് അടിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ലിപ് ലൈനർ വെച്ച് വരക്കാറുണ്ട്. ഞാൻ അടിച്ച ലിപ് ബാംസൊക്കെ ഞാൻ വാഷ് ഔട്ട് ചെയ്തോളൂ. വാഷ് ഔട്ടല്ല, തുടച്ച്. അപ്പോൾ നെക്സ്റ്റ് ലിപ് ലൈനർ. ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ലൈറ്റായിട്ട്. നമ്മൾ ഇതല്ലല്ലോ അടിക്കുന്നത്, നമ്മൾ വേറെ ലിപ്സ്റ്റിക്കാണല്ലോ അടിക്കുന്നത്. അപ്പം എൻ്റെ കറണ്ട് ഫേവറേറ്റ്സ് ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ അടിക്കാൻ പോകുന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടും. ഈ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ മുഖം എന്തോരം ബ്രൈറ്റ് ആയിരുന്നല്ലേ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലഷ്. ഇനി ഇങ്ങനെയാണ് കേട്ടോ ബ്ലഷ് ഇടുന്നത്. ബ്ലഷ് വിരോധികൾ കുറേ ഉണ്ടെങ്കിലും എനിക്ക് ബ്ലഷ് ഇടണം ഭയങ്കര ഇഷ്ടം. ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. കേട്ടോ, ഇതിടുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര, എനിക്ക് തോന്നണം നമ്മൾ നമ്മുടെ ഫേസിന് എങ്ങനെയൊക്കെ നല്ല ഭംഗിയാക്കുന്നു അതേപോലെ ആക്കുന്നു. ഒരു റെഡിഷ് ഒക്കെ വന്നപ്പോഴത്തേക്ക് രസമായിട്ട് തോന്നും. പിന്നെ നമ്മൾ ഓക്കെ ഓക്കെ ഇവിടെ ആടി ഇത്രയും ചെയ്യുള്ളൂ. ഓക്കെ, ലിപ്സ്റ്റിക്ക് ഉണങ്ങുമ്പോൾ ഷെയ്ഡ് മാറുന്നുണ്ട്. അപ്പോൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞ് ഇനി കുറച്ച് ഹൈലൈറ്റർ വേണമെങ്കിൽ ഇടാം. സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇത് ആർഭാടമായ പോലെ തോന്നുന്നുണ്ട്. ഇത് സിമ്പിളാണ്, ആർഭാട് ഇതിന് കൂടുന്നുണ്ട്. ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് മിനിമൽ ക്രീംസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കണം. ഇത് ചുമ്മാ മുഖത്ത് ഭംഗി വരാൻ വേണ്ടിയുള്ള ചെയ്യണം. ഞാൻ മൂക്കിലെടുത്തിട്ടാണ് ഹൈലൈറ്റർ. പിന്നെ ഇവിടെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഹൈലൈറ്ററൊക്കെ ഇടുന്നത്. എനിക്ക് ഇവിടേക്ക് ഇടുന്നതാണ് ഇഷ്ടം. ഓക്കെ, പിന്നെ കുറച്ച് താടി ഇവിടെ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ പെരട്ടാം. പക്ഷെ ഇത് സിമ്പിളായത് കാരണം ഇത്രയൊക്കെ മതി. അപ്പം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട് സിമ്പിൾ മേക്കപ്പ് ലുക്ക്?
എൻ്റെ ഈ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.